അങ്ങനെ രണ്ടുപേരും വന്നു. ഇസ്ലാമിന്റെ കോടതിയുടെ ഒരു സ്വഭാവം നമ്മുടെ നാട്ടിലെ കോടതി പോലെയല്ല. ഇസ്ലാമിന്റെ കോടതി എങ്ങനെയാ? ഒരു കൂട്ടിൽ വാദിയെ കയറ്റി നിർത്തും, മറ്റേ കൂട്ടിൽ പ്രതിയെയും കയറ്റി നിർത്തും. അങ്ങനെ ഒരു രീതി ഇസ്ലാമിലില്ല. മുത്തഹമായ ആളെയും മറ്റേ ആളെയും കൂട്ടിയിട്ട് എന്താ ചെയ്യാ? ഒരു ബെഞ്ചിടും. അതായത് പ്രശ്നം ചോദിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രശ്നം തീർക്കുക. പ്രശ്നം അവിടെ തുടങ്ങുന്നു, അവിടെ പ്രശ്നം അവസാനിപ്പിക്കുക എന്നാണ് ഇസ്ലാമിന്റെ ഒരു ബെഞ്ചിടും. ഈ ബെഞ്ചിലേക്ക് രണ്ടുപേരെ ഇരുത്തു. ഇതാണ് ഇസ്ലാമിന്റെ രീതി. അപ്പൊ ജൂതൻ വന്നപ്പോ ജൂതനോട് പറഞ്ഞു, നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ്, രാജ്യം ഭരിക്കുന്ന ഖലീഫ. എന്നിട്ടോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിൽക്കാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് ആദരവായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, യാ അബുൽ ഹസൻ ഇജ്ലിസ് ബിജംബി അഖീകൽ യഹൂദി. ജൂതൻ ഇരിക്കുന്ന കണ്ട അയാളോടൊപ്പം അലിയെ, അബുൽ ഹസനെ, അലിയാരോരെ നീ അങ്ങോട്ട് ഇരുന്നോളൂട്ടാ എന്നാര് പറഞ്ഞു? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പുലിക്കുട്ടി ചാടി വീഴുന്നത് പോലെ ചാടി വീണോ? രോഷാകുലനായിട്ട് ചാടി വീണോ? എന്തിനായിരിക്കും അലിയാര് തങ്ങള് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിലേക്ക് കയ്യർത്തുകൊണ്ട് ചാടി വീഴാനുള്ള കാരണം എന്തായിരിക്കും? യഹൂദിയായ മനുഷ്യന്റെ അദ്ദേഹം ഇരിക്കുന്ന ബെഞ്ചിൽ അയാളോടൊപ്പം അബുൽ ഹസൻ ഇജ്ലിസ് ബിജംബി അഖീകൽ യഹൂദി, അയാളോടൊപ്പം അലിയെ നീയോ അവിടെ ഇരുന്നോ, അബുൽ ഹസനോരെ അവിടെ ഇരുന്നോ, എന്നിട്ട് നമുക്ക് വിചാരണ നടത്താമെന്ന് പറയുമ്പോ അലിയാര് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അലിയാരങ്ങൾ ചൂടായി. എന്തായിരിക്കും കാരണം? യഹൂദികളെ കൂടെ ഇരിക്കുക അല്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം നജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ നബാബിൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആകാശത്ത് നിന്ന് അബ്രഹത്തിന്റെ ആനപ്പടയെ തുരത്തിയോടിക്കാൻ വേണ്ടി നരകത്തിൽ നിന്ന് കൊക്കിൽ കൊത്തിയെടുത്ത് പറന്നു വന്ന അബാബിൽ പക്ഷികളെ പോലെ ഫലസ്തീനിന്റെ മക്കൾ ഇസ്രായേലിന്റെ മുകളിലേക്ക് അശ്വിപാദം പോലെ അവർ പെയ്തിറങ്ങിയിട്ട് ഇതിഹാസത്തിന്റെ രോമാഞ്ച കഞ്ചുകമണിയുന്ന പ്രവർത്തനങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. നമ്മൾ അയച്ചുല്ലേ? 20 മിനിറ്റ് കൊണ്ട് 5000 മിസൈലുകൾ തൊടുത്തുവിട്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെ കിടുകിടാ വിറപ്പിച്ചത് കേട്ട് നെഞ്ചിടിപ്പ് കൂട്ടിന ഞാനും നിങ്ങളുമൊക്കെ ജൂതന്മാര് അല്ലേ? ആ ജൂതന്മാരിൽപ്പെട്ട ഒരാളോടൊപ്പം അലിയാര് തങ്ങളുടെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞതാണ് അലിയാരങ്ങളുടെ പ്രശ്നം അല്ലേ? അല്ല അലിയാരങ്ങളുടെ പ്രശ്നം അതല്ല. അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ബഹുമാനപ്പെട്ടവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ചാടി വീഴാനുള്ള കാരണം എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ പ്രശ്നം ഒരു ജൂതനായ മനുഷ്യന്റെ കൂടെ ഒരുമിച്ചിരിക്കാൻ രാജ്യം ഭരിക്കുന്ന ഖലീഫ പറഞ്ഞതാണെങ്കിൽ അല്ല ഞാൻ വിജ്ഞാനത്തിന്റെ പ്രവിശാലമായ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടക്കേണ്ട കവാടം അലി ഇബ്നു അബീ ത്വാലിബ് എന്ന് പഠിപ്പിച്ച മുത്തുനബിയുടെ മരുമകനായ ഫാത്തിമ ബീവിയുടെ മണിയറ അലങ്കരിച്ച കുതിരപ്പുറത്ത് ദുൽഫുഖാർ എന്ന വാളുമെന്തിയിട്ട് ഖൈബറിന്റെ ചെങ്കോട്ട പറിച്ചു കൊണ്ടുവന്ന് ശത്രുവിന്റെ പളപളാമിന്നുന്ന വാളിന്റെ തലപ്പിന് പരിചയായി ഉപയോഗിച്ച മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഹോജ അലിയാര് തങ്ങളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഇജ്ലിസ് ബിജംബി അഖീകൽ യഹൂദി, യഹൂദിയോടൊപ്പം ഇരിക്കണമെന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണെന്നറിയോ? അലിയാര് തങ്ങളുടെ മുഖം വാടിയത്, കോപാഗ്നി കൊണ്ട് ചുവന്നത്, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുന്നിലേക്ക് ചാടി വീണത്. ഉമറേ നിങ്ങൾ എന്നെ ജൂതനോടൊപ്പം ഇരിക്കാൻ പറഞ്ഞു. ആ പറഞ്ഞ വിഷയത്തിൽ എനിക്ക് അങ്ങയോട് വിയോജിപ്പൊന്നുമില്ല. പിന്നെന്താ കാര്യം? നിങ്ങൾ കൊല്ലംകാര് കൂട്ടുകൂടുമ്പോ അല്ലേ? നിങ്ങൾ കൊല്ലംകാരാണ്. സൗഹൃദം വല്ലാതെ കൂടുമ്പോ നിങ്ങൾ കൂട്ടുകാര് പരസ്പരം വിളിക്കുന്ന ഒരു വിളിയുണ്ട്, അളിയ വിളിക്കൂലേ? അളിയ. പാപ്പാനെ വിളിക്കുന്ന സ്നേഹം കൂടുമ്പോ ചിലപ്പോ അളിയാന്ന് കൊച്ചിക്കാര് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ഏത്? ബ്രോന്ന് വിളിക്കും, മച്ചാനേന്ന് വിളിക്കും, അല്ലെങ്കിൽ കോട്ടയംകാര് വിളിക്കും എടാന്ന് വിളിക്കും അല്ലേ? അങ്ങനെ ഓരോ നാട്ടിലും മലപ്പുറം കടാ ചങ്ങായി എന്ന് വിളിക്കും. അങ്ങനെ സ്നേഹം കൂടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ഒരു സൗഹൃദത്തിന്റെ വിളി എല്ലാ നാട്ടിലുണ്ട്. അറബികൾക്കിടയിലുള്ള ആ സൗഹൃദം വല്ലാതെ കൂടുമ്പോ വിളിക്കുന്ന വിളിയാണ് എന്ത്? മൂത്ത മകന്റെ പേര് ചേർത്തിട്ട് ആ കുട്ടിയുടെ വാപ്പാന്ന് വിളിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചത് എന്താണ്? യാ അബുൽ ഹസൻ, ഹസനാരുടെ ഉപ്പ.
നിങ്ങൾ എന്താക്കണം? ജൂതന്റെ കൂടെ ഇരിക്കണം. ഉമറേ, ഇവിടെ വെച്ചല്ല സൗഹൃദത്തിന്റെ വാക്കിനോട് പറയേണ്ടത്. ഇത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പരമോന്നത നീതിപീഠമാണെന്ന് വിശ്വസിച്ചിട്ട് ജൂതന്മാരിൽപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അദ്ദേഹം കുറ്റാരോപിതനാകിയിരിക്കുന്നത് മുത്തുനബിയുടെ മരുമകനായ അങ്ങയുടെ കൂട്ടുകാരനായ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ കീഴിലുള്ള ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ സാമ്രാജ്യത്തിന്റെ ഒരു സ്വഹാബിയുമായി ബന്ധപ്പെട്ട കേസിനാവുന്നത്. ഇവിടെ നിന്ന് സ്നേഹത്തിന്റെ വർത്തമാനം എന്നോട് പറഞ്ഞാൽ, സൗഹൃദത്തിന്റെ വർത്തമാനം എന്നോട് പറഞ്ഞാൽ, ഇവിടെ നിന്ന് ചേർച്ചയുടെ വർത്തമാനം എന്നോട് പറഞ്ഞാൽ, ഞാനും നീയും ഒന്നാണ് എന്നുള്ള രീതിയിലുള്ള പരാമർശം ഇവിടെ ഉണ്ടായാൽ ഇസ്ലാമിന്റെ കോടതിയെ സമീപിച്ച് ജൂതനുണ്ടല്ലോ, ആ ജൂതന് ഇസ്ലാമിൽ പ്രതീക്ഷ നഷ്ടപ്പെടും. അതുകൊണ്ട് സ്നേഹത്തിന്റെ വർത്തമാനം എനിക്ക് വേണ്ട ഉമറേ, പകരം എന്നെ വിളിക്കണം, അലി എന്ന് വിളിക്കണം ഉമറേ എന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് എന്ന ഹോജ. കഴിയോ നമുക്ക്? മുത്തുനബിയുടെ പാഠശാലയിലെ ആദ്യത്തെ കുട്ടിയായ വിദ്യാർത്ഥിയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഹൃദയത്തിനെ പാകപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളോ ഒരു പ്രശ്നം ഉണ്ടായാലേ നമ്മളെ പാർട്ടിക്കാരനാണ് MLA, ഏറ്റവും നമ്മളെ വീട്ടുകാരനാണ് SI, ഏറ്റവും നീതി ഒന്നുള്ള വിഷയല്ലേ നടക്കോ? നമുക്ക് കഴിയോ ഒരു നീതിയുടെ വർത്തമാനം പറയാൻ? നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നു, നമ്മുടെ ഭാഗത്താ തെറ്റ്, എന്നാ പോലും നമ്മുടെ അയൽവാസിയായ ഒരു മനുഷ്യൻ ആ പോലീസ് ആ ഓഫീസിലെ സ്റ്റാഫായിട്ടുണ്ട്, അയാൾ നമുക്ക് അനുകൂലമായിട്ട് സംസാരിച്ചില്ലെങ്കിൽ അവനെ നാട്ടിൽ കടത്തിപ്പുറപ്പിക്കോ? അലി ഇബ്നു അബീ ത്വാലിബ് മുത്തുനബിയുടെ മരുമകനാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ അടുത്ത ഖലീഫയാകാനിരിക്കുന്ന മഹാനുഭാവനാണ് അലി ഇബ്നു അബീ ത്വാലിബ്. നിങ്ങൾക്ക് അതൊന്നും വേണ്ട, എനിക്ക് നീതി മതി, ഇസ്ലാമിന്റെ ചൈതന്യം നിലനിർത്തിയാൽ മതി. അതാണ് അതിന്റെ അടിസ്ഥാനം. സ്വഭാവത്തിനപ്പുറം ഇസ്ലാമിന് കോട്ടം തട്ടാൻ പറ്റൂല, ഇസ്ലാമിന് പറ്റൂല. ഓരോ ഉമ്മമാരും ചിന്തിക്കണം, പടച്ചവനെ എന്റെ വസ്ത്രം, ഞാൻ ഇട്ട എന്റെ തലമുടി, ഞാൻ മൊബൈലിൽ കൂടെ അയക്കുന്ന മെസ്സേജ്, ഞാൻ ചാടിപ്പോയത്, ഞാൻ വന്നത്, ഞാൻ കാറിൽ കയറിപ്പോയത്, ബൈക്കിൽ കയറിപ്പോയത്, ഞാൻ ഓടിയത്, ചാടിയത്, പടച്ചവനെ ഇതുകൊണ്ട് ഒരു മുസ്ലിം വനിത എന്നല്ലേ വരിക, ഒരു മുസ്ലിം പെണ്ണെന്നല്ലേ വരിക, ഒരു മുസ്ലിം ചെറുപ്പക്കാരെന്നല്ലേ വരിക. ഞാൻ ഈ കാലഘട്ടത്തിൽ പല പല വൃത്തികെട്ട സാധനങ്ങളും ലഹരി പദാർത്ഥങ്ങളായി എന്റെ സിരകളെ ലഹരി പതിപ്പിക്കാൻ വേണ്ടി എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഞാൻ ഉപയോഗിച്ചാൽ പത്രത്തിൽ വരിക ആരായിരിക്കും? രാമൻ റഹ്മാനാകുന്ന കാലാണ്. പത്രത്തിൽ വാർത്ത വരുമ്പോ രാമനാണെങ്കിലും റഹ്മാനാകുന്ന കാലാണ്. അങ്ങനെ ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ നീതിയുടെ വാക്താക്കളാകണം, നന്മയുടെ വാക്താക്കളാകണം.